ദെൻ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ്. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെറിയ ടേംസ് ആണ് കേട്ടോ. പ്രോഡക്റ്റ് വാറണ്ടി ഇപ്പോൾ പറഞ്ഞു. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? Every product that a company develops is consumed in some market, whether the local geography അല്ലേ. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇപ്പം എന്താ പറയുക, നമുക്ക് ഇപ്പം നല്ല മറ്റേ വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ റെയിൻകോട്ട് വിട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ജോഗ്രഫിക്കൽ ഏരിയ ചെക്ക് ചെയ്യുക, കൺസ്യൂമേഴ്സിന് എന്താണ് അവിടെ ആവശ്യം എന്ന് നോക്കുക, അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണെന്ന് നോക്കുക, അവരുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നോക്കുക, ഏത് സമയത്ത് ഇറക്കിയാലാണ് നമുക്ക് ലാഭം ഉണ്ടാവും നോക്കുക. അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ്, അതായത് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അവിടെ എന്താണോ ഇപ്പോൾ സെയിൽ ചെയ്ത് അറ്റ് ദ സെയിം ടൈം നമ്മുടെ കമ്പനീസിന് എന്തുണ്ടാവണം? പ്രോഫിറ്റ്സ് ഉണ്ടാവുകയും വേണം. അപ്പം ഓരോ സ്ഥലത്തും അതിൻ്റെ ജോഗ്രഫിക്കൽ ഏരിയ അനുസരിച്ചും കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് അനുസരിച്ച് ഏത് പ്രോഡക്റ്റ് സെല്ല് ചെയ്യാം എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ അടുത്തത് പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് ഓൺ അനിമൽസ്. അതെന്താ? പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യുക. നമ്മളിപ്പം മെയിൻലി നമ്മൾ അതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ കോസ്മെറ്റിക്സിലൊക്കെയാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഫെയർനെസ് ക്രീം, നല്ല ലിപ്സ്റ്റിക്ക്, അങ്ങനെ എന്താ പറയുക, കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് നമ്മൾ ആനിമൽസിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വിപണിയിലേക്ക്, മാർക്കറ്റിലേക്ക്, പിന്നെ അത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വലിയ ബ്രാൻഡ് കമ്പനീസൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അത് കൺസ്യൂമേഴ്സിന് ഇഷ്യൂസ് ഒരു എന്താ പറയുക, ഡാമേജ് ഉണ്ടാവാതിരിക്കണം അല്ലേ. നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കിയിട്ട് അത് യൂസ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നാലെ നമ്മൾ നടക്കും. നമ്മൾ കാണാറുണ്ടല്ലോ ചില ന്യൂസൊക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും, എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടും നമ്മൾ അത് ഫസ്റ്റ് എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മളത് എന്ത് ചെയ്യുള്ളൂ? വിപണിയിലേക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കുള്ളൂ. അതും ഈ എക്സ്പെരിമെൻറ്റ് നടത്തുന്നതിൽ ആനിമൽസിലാണ് നമ്മൾ നടത്തുന്നത്. ഈ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും ആനിമൽസിലായിരിക്കും. അതാണ് ആനിമൽസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് ഓൺ ആനിമൽസ് മീൻസ് ദ യൂസ് ഓഫ് ആനിമൽസ് ഇൻ എക്സ്പെരിമെൻറ്റ്സ് ടു ചെക്ക് ദ സേഫ്റ്റി, എഫിഷ്യൻസി ഓർ പൊട്ടൻഷ്യൽ റിസ്ക് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഹ്യൂമൻസ്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അത് അധികം വരുന്ന എന്തിലാണ്? നമ്മൾ പറഞ്ഞ കോസ്മെറ്റിക്സ്, ഫാർമസ്യൂട്ടിക്കൽസിന് വരും, കെമിക്കൽസ്, മെഡിക്കൽ അല്ലേ, കോസ്മെറ്റിക്സിൽ വരുന്ന നമ്മളെ മെഡിക്കൽസ് ഫീൽഡിൽ വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റോസ് എടുത്തിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ വിപണിയിലേക്ക് ഇറക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്? എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രോഡക്റ്റ് ടൂല് വരുന്നത്. ഓക്കെ, പ്രോഡക്റ്റ് ടൂല് നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പഠിച്ചത്? അതിൽ കൗണ്ടർഫീറ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കി, ഗ്രീൻ വാഷിംഗ് എന്താണെന്ന് നോക്കി, പ്രോഡക്റ്റ് ഒബ്സോളസൻസ്, പ്ലാന്റ് ഒബ്സോളസൻസ്, പ്രോഡക്റ്റ് വാറണ്ടി, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ദെൻ പ്രോഡക്റ്റ് ടെസ്റ്റിംഗ്. അത്രയും കാര്യങ്ങളാണ് പ്രോഡക്റ്റ് ടൂല് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രൈസിങ്ങിൽ. ഇപ്പം നമ്മൾ ഇത്രയും നേരം പ്രോഡക്റ്റ് ഉണ്ടാക്കി, ഇനി പ്രൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസിങ്ങിൽ എങ്ങനെയാണ്? എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രൈസിങ്ങിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പ്രൈസിങ് പ്രാക്ടീസസ്. പ്രൈസിങ് പ്രാക്ടീസസ് എങ്ങനെയാണ്? എന്തൊക്കെ ഒരു എന്താ പറയുക, പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പം കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസിങ്. ആ പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2 ഫാക്ടേഴ്സാണ്. ഒന്ന് ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ദെൻ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സും. ഓക്കെ, 2 ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സാണ് പ്രൈസിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ദെൻ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സും. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, കൺസിസ്റ്റ് ഓഫ് ഇൻറ്റേർണൽ ബിസിനസ് എലമെൻറ്റ്സ് വിച്ച് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ബിസിനസ് ഓർ ക്യാൻ ബി കൺട്രോൾഡ് സച്ച് ആസ് ദ കോസ്റ്റ് ആൻഡ് പ്രോസസ് അസോസിയേറ്റഡ് വിത്ത് മാനുഫാക്ചറിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഓൺ പ്രൊമോഷൻ ഓർ ഇൻ മാർക്കറ്റിംഗ്. അതായത് ഇൻറ്റേർണൽ മാർക്കറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കൺട്രോൾഡ് ആയിരിക്കും, ബിസിനസ്സിൻ്റെ കൺട്രോളിൽ നിൽക്കുന്നതായിരിക്കും. അതായത് അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അണ്ടർ ദ കൺട്രോൾ ഓഫ് ബിസിനസ്. അതായത് ഒരു ബിസിനസ് ഒരു ഓണർക്ക് അതെന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ കൺട്രോളിലായിരിക്കും. ഇൻറ്റേർണലി അയാളുടെ അയാൾക്ക് വേണമെന്ന് വെച്ചാൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം, ചിലവ് കുറച്ച് അയാളുടെ തിങ്കിങ് ഓഫ് പ്രോസസ്സിലായിരിക്കും
ആ പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നത്. അപ്പോൾ അത്തരം ബിസിനസ്സിനാണ് നമ്മൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അത് ബിയോണ്ട് ദ കൺട്രോൾ ആയിരിക്കും. അതായത് ചില സാധനങ്ങളിൽ നമുക്ക് അയാളുടെ കൺട്രോളിൽ നിൽക്കണമെന്നില്ല. ചിലപ്പോൾ അത് അത്യാവശ്യമായിട്ട് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അയാൾക്ക് അതിനെ കുറയ്ക്കാനോ അല്ലെങ്കിൽ ഒരു പടി കൂട്ടാനോ അങ്ങനെയൊന്നും പറ്റാത്ത ചില മാനുഫാക്ചറിങ് ഐറ്റംസ് ഉണ്ടാവും. അതായത് external factors are the factors present in the environmental in which the business operates. The business cannot control these factors directly and are out of the control of the business. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ അയാളുടെ കൺട്രോളിലായിരിക്കും. അതായത് ഇപ്പോൾ ജോഗ്രഫിക്കൽ അതായത് ഇപ്പം എന്താ പറയുക, അതായത് കോമ്പറ്റീഷൻ, ചില പ്രോഡക്റ്റിൻ്റെ കോമ്പറ്റീഷന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ജോഗ്രഫിക്കൽ ഏരിയയിൽ വരുന്ന മാറ്റങ്ങൾ അതൊക്കെ അയാളുടെ കൺട്രോളിൽ നിൽക്കുന്നതാണോ? അല്ല. ജോഗ്രഫിക്കൽ ഏരിയ ഇപ്പോൾ നമ്മൾ പറഞ്ഞോളൂ, ഇപ്പോൾ ഇപ്പോൾ ഒരു ഇവിടുത്തെ ഒരു കാലത്ത് അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നു. ചിലപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് ചേഞ്ച് മാറാം. അപ്പോൾ ഈ പ്രോഡക്റ്റിന് അയാൾക്ക് എന്ത് ചെയ്യാം, പ്രൈസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ പറ്റുക, ഔട്ട് ഓഫ് ദ കൺട്രോൾ ആണ്. അയാളുടെ കൺട്രോളിൽ നിൽക്കാത്തതാണ് ജോഗ്രഫിക്കൽ ഏരിയൻ്റെ ചേഞ്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്നത് ആണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അപ്പം പ്രൈസിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എപ്പോഴും രണ്ട് ഫാക്ടേഴ്സാണ്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, അയാളുടെ കൺട്രോളിൻ്റെ ഉള്ളിൽ വരുന്നതായിരിക്കും ബിസിനസ്സിൻ്റെ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബിസിനസ് കൺട്രോൾ ആയിരിക്കും. ഓക്കെ. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈനാമിക് പ്രൈസിങ്. ഡൈനാമിക് പ്രൈസിങ് എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ഡൈനാമിക് പ്രൈസിങ്? ഡൈനാമിക് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനാമിക് റീറ്റെയിൽ പ്രൈസിങ് ഈസ് എ പ്രൈസിങ് സ്ട്രാറ്റജി ഇൻ വിച്ച് റീറ്റെയിലേഴ്സ് അഡ്ജസ്റ്റ് ദ പ്രൈസ് ഓഫ് ദെയർ പ്രോഡക്റ്റ് ഓർ സർവീസസ് ത്രൂ ഔട്ട് ദ ബേസ്ഡ് ഓൺ വാരിയസ് ഫാക്ടേഴ്സ്. അതായത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിൻ്റെ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു, റീറ്റെയിലേഴ്സ് അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസസ് അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അതായത് ചില ബേസ്ഡ് ഓൺ വാരിയസ് ഫാക്ടേഴ്സ്, ചില വാരിയസ് ഫാക്ടേഴ്സിൻ്റെ ബേസിൽ അവരെന്ത് ചെയ്യാം, അവർക്കൊരു പ്രോഡക്റ്റ് ഫിക്സ് ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, പ്രോഡക്റ്റിനെ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടായിരിക്കും ഒരു പ്രോഡക്റ്റിനെ വിപണിയിൽ ഇറക്കുന്നത്. അപ്പോൾ ചില ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ അവർ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും, അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുത്തും. അതിനാണ് നമ്മൾ ഡൈനാമിക് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഡൈനാമിക് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് പ്രൈസാണ്. ആര് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത്? റീറ്റെയിലേഴ്സ്. ഓക്കെ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡൈനാമിക് പ്രൈസിങ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ചില വാരിയസ് ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് പ്രൈസസ് ചേഞ്ച് ചെയ്യുന്നത്. ഏതൊക്കെ ഫാക്ടറാണ്? ഒന്ന് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ദെൻ സീസണാലിറ്റി, ടൈം ഓഫ് ദ ഡേ, അതായത് കോമ്പറ്റീറ്റർ പ്രൈസിങ്, കസ്റ്റമർ ബിഹേവിയർ. അതായത് നോർമൽ ഡിമാൻഡ് ആൻഡ് പ്രൈസ്, ഡിമാൻഡിലും സപ്ലൈയിലും വരുന്ന ചേഞ്ചിനനുസരിച്ച് ചിലപ്പോൾ നമ്മളെ പ്രോഡക്റ്റിൽ പ്രൈസിൽ നമ്മൾ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തണം. നമ്മൾ ഒരു പ്രൈസ് ഫിക്സ് ചെയ്തതിനാൽ അതിലേക്ക് സെയിൽ ചെയ്യുന്നു പറഞ്ഞു വന്നാൽ ചിലപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് എന്ത് ചെയ്യും, ഔട്ട്ഡേറ്റഡ് ആയി പോകും. പിന്നെ സീസൺ അനുസരിച്ച് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ റെയിനി സീസൺ, വിൻ്റർ സീസൺ, ഓരോ സീസണൽ പ്രോഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സീസൺ അനുസരിച്ച് ഇപ്പോൾ കുടയ്ക്ക് റെയിനിങ് സീസൺ ആവുന്ന സമയത്ത് നല്ല ഹൈ മാർക്കറ്റ് ആയിരിക്കും. പിന്നെ അത് കുറയുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പ്രൈസിന് ചെറിയ ചേഞ്ചസ് വരുന്നത് നമുക്ക് തന്നെ കാണാം. പിന്നെ നമ്മൾ ഷോപ്പിൽ പോകുന്ന ആ റേറ്റിലായിരിക്കില്ല പിന്നെ ആ കുട വിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ആ സീസൺ ചേഞ്ചിനനുസരിച്ച് നമ്മൾ പ്രൈസിൽ മാറ്റം വരുത്തുന്നു. അതേപോലെ ടൈമിനനുസരിച്ച്. ദെൻ കോമ്പറ്റീറ്റർ പ്രൈസിങ്, അതായത് കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കൊടുത്ത് നമ്മളെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നു. കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ ചേഞ്ച് വരുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മാറ്റുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡൈനാമിക് പ്രൈസിങ്.